അപ്പോൾ നമ്മുടെ അക്ബർ ഖാനും ഫസ്മിന സാക്കിറും തമ്മിലുള്ള ഇഷ്യൂ കുറെ പേരൊക്കെ ഈ സംഭവം അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. ഫസ്മിന അക്ബറിനെതിരെ ചെയ്തൊരു വീഡിയോയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. സീരിയസ് അലിഗേഷൻ ആണ് ഫസ്മിന അക്ബറിനെതിരെ ഉന്നയിച്ചത്. അക്ബർ ടിൻഡർ ആപ്പ് വഴി പെണ്ണുങ്ങളെ ചാക്കിട്ട് പിടിക്കുന്നു എന്നുള്ളതായിരുന്നു ഫസ്മിനയുടെ ആരോപണം. അക്ബർ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഡോക്ടർ ഷെറീൻ ഖാനുമായി അക്ബറിന്റെ എൻഗേജ്മെന്റ് ഒക്കെ നേരത്തെ കഴിഞ്ഞതുമാണ്. അക്ബർ ബിഗ് ബോസിൽ ആയിരുന്ന സമയത്ത് ഷെറിൻ ബിഗ് ബോസ് വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെറിനെ മലയാളികൾക്ക് നല്ല പരിചയമാണ്. മാത്രമല്ല ഷെറിൻ സോഷ്യൽ മീഡിയയിലും അത്യാവശ്യം ആക്റ്റീവായ ഒരാളാണ്. ബിഗ് ബോസിന്റെ സമയത്ത് അക്ബറിനെ സപ്പോർട്ട് ചെയ്ത് ഇഷ്ടംപോലെ വീഡിയോസ് ഷെറിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഷെറിനെ പോലുള്ള ഒരു പാർട്ണറുള്ള അക്ബർ എന്തിനാണ് ഡേറ്റിംഗ് ആപ്പായ ടിൻഡറിൽ കയറി പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യുന്നത് എന്നാണ് ഫസ്മിന ചോദിക്കുന്നത്. അക്ബർ എന്തോ പെണ്ണിനോടൊക്കെ ചാറ്റ് ചെയ്യുന്നതിന് സ്ക്രീൻഷോട്ടൊക്കെ ഫസ്മിന പുറത്ത് വിടുന്നുമുണ്ട്. എന്തായാലും നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയി തന്നെ സംസാരിക്കേണ്ടതുണ്ട്. കാരണം നിലവിൽ അക്ബർ ഫസ്മിനക്കെതിരെ ലീഗലി മൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴിയാണ് അക്ബർ ഈ കാര്യം അറിയിച്ചത്. സോ അക്ബറിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, അതോ ഫസ്മിന വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചതാണോ, അതോ ടിൻഡറിലുള്ളത് അക്ബറിന്റെ ഫേക്ക് ആടിയാണോ, ഇതൊക്കെ ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതിനാദ്യം നമുക്ക് ഫസ്മിന അക്ബറിനെതിരെ ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്തൊക്കെയാണ് ഫസ്മിന പറയണമെന്ന് അറിയണല്ലോ. ഫസ്മിന വീഡിയോ തുടങ്ങുന്നത് തന്നെ ടിൻഡർ ആപ്പിനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ്. ടിൻഡർ, അരികെ, ബംബിൾ തുടങ്ങിയ ഡേറ്റിംഗ് ആപ്പുകളെ കുറിച്ചും അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയുള്ള ആളുകളാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഫസ്മിന പറയുന്നുണ്ട്. അതിനുശേഷമാണ് അക്ബറിനെതിരെയുള്ള അലിഗേഷനിലേക്ക് കടക്കുന്നത്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം അറിയുന്ന അക്ബർ ഖാൻ ഈ വർഷം ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിരുന്നു ആൻഡ് ഫിനാലയിൽ വരെ എത്തിയ ആളാണ്. സോ വെരി പോപ്പുലർ ആൻഡ് ഈ വീഡിയോ കാണുന്നവരിൽ കുറെ പേര് പുള്ളിയുടെ ഫാൻസ് ഉണ്ടാവും. അതും ഞാൻ അഡ്മയർ ചെയ്യുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. ആൻഡ് വെരി ട്രൂലി സ്പീക്കിംഗ് എനിക്ക് ഞാൻ പുള്ളിയുടെ ഫാൻ അല്ല, എനിക്ക് പുള്ളിയുടെ ഗെയിംസ് ഒക്കെ ഇഷ്ടമായിരുന്നു. എനിക്ക് പുള്ളിയുടെ അതിൻ്റെ അകത്തുള്ളൊരു സംഭവം, ഗെയിം പ്ലേ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പുള്ളിയുടെ പാട്ടും എനിക്കിഷ്ടമായിരുന്നു. ആസ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, ഞാൻ അക്ബറിനെയും പിന്നെ എനിക്കിഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട്, റെന, പിന്നെ ആദില, നൂറ, എനിക്കിങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫേവററ്റിസം ഉണ്ടായിരുന്നു. അപ്പം അതിലൊന്നാണ് അക്ബർ. ഐ വാസ് ഫാൻ, നോട്ട് എ ഫാൻ, ബട്ട് ഐ ലൈക്ക് ദിസ് ഗെയിം. അപ്പം പുള്ളിനെ പറ്റിയാണ് ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് ഇതിൽ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, ഞാൻ പിന്നെ എടുത്തു പറയുന്നത് ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾ തോന്നും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ട് എന്നൊന്നും വിചാരിക്കരുത്. ഇത് അങ്ങനത്തെ ഒരു സംഭവമേ അല്ല. അപ്പോൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അക്ബർ ഖാൻ. ബട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ അക്ബർ ഖാൻ്റെ പ്രശ്നം എന്നല്ല ഞാൻ പറയുന്നത്, ഹി ഹാസ് ദിസ് ടിൻഡർ പ്രൊഫൈൽ. ഇതാണ് പുള്ളിയുടെ ടിൻഡർ പ്രൊഫൈൽ. ഇത് കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ അയച്ചു തന്നെയാണ്. ഓക്കെ, അപ്പൊ അതാണ് അക്ബർ ഖാന്റെ ടിൻഡർ പ്രൊഫൈൽ. ബ്ലൂടിക് ഒക്കെ ഉണ്ട്, വാരിഫൈഡ് ആണ്, ഫേക്ക് അക്കൗണ്ട് അല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുമാനം. കാരണം ഇത് തന്റെ അക്കൗണ്ട് അല്ല എന്ന് അക്ബർ എവിടെയും പറഞ്ഞിട്ടില്ല. ഫസ്മിൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് അത് പൊളിച്ചടക്കണമെന്നുണ്ടെങ്കിൽ അക്ബറിന് ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതിയല്ലോ. ഇത് തന്റെ അക്കൗണ്ട് അല്ല എന്ന് തെളിയിച്ചാൽ മാത്രം മതി. അത് അക്ബർ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെന്നല്ലോ ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്താൽ അതോടെ ഈ വിഷയം അവിടെ തീർന്നിരുന്നു. അക്ബറിനെ എക്സ്പോസ് ചെയ്യാൻ ഇറങ്ങിയ ഫസ്മിന അതോടെ എക്സ്പോസ്ഡ് ആയേനെ. പക്ഷെ അക്ബർ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് അക്ബറിന്റെ ഒറിജിനൽ അക്കൗണ്ട് തന്നെയാണെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഫസ്മിനൊക്കെ പറയാനുള്ളത് ബാക്കിയോട് കേട്ടോക്കാം. ഓക്കെ, ടിൻഡർ എടുക്കുന്നു. ടിൻഡർ അക്ബർ എടുത്തു കഴിഞ്ഞ് യു സ്വൈപ്പ് എ പേഴ്സൺ, അതായത് ഒരു ഗേളിനെ സ്വൈപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്ത് മാച്ചായി കണക്ട് ആക്കി. അത് കഴിഞ്ഞ് ഫസ്റ്റ് അവരുടെ ചാറ്റാണ്, ഫസ്റ്റത്തെ ചാറ്റാണ് ഞാൻ ഇവിടെ ഇടുന്നത്. ഈ ഫസ്റ്റത്തെ ചാറ്റിൽ നിങ്ങൾക്ക് കാണാം ആ കുട്ടി ചോദിച്ചേക്കുകയാണ് ഇസ് ദിസ് റിയൽ. അപ്പം റിപ്ലൈസ് ആണ് യെസ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പെൺകുട്ടിയാണ് അക്ബർ ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അക്ബർ അങ്ങോട്ട് കയറി മെസ്സേജ് അയക്കാനൊന്നും പോയിട്ടില്ല. ഈ പെൺകുട്ടി അക്ബറിന് മെസ്സേജ് അയച്ചു, അക്ബർ അതിന് റിപ്ലൈ കൊടുത്തു. അങ്ങനെ അവർ തമ്മിൽ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത്രയേ ഉള്ളൂ. ബാക്കി നോക്കാം. കാണുന്ന ഒരു പേഴ്സൺ നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഒരിക്കലും റിയൽ ആണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കുട്ടി ചോദിച്ചു ഇസ് ദിസ് റിയൽ എന്ന്, പുള്ളി യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അടുത്ത ചാറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്ത ചാറ്റ് എങ്ങനെ വിശ്വസിക്കൂ എന്നുള്ളത്. അപ്പോൾ ഹി വാസ് ലൈക്ക് ട്രസ്റ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, അതായത് പുള്ളി ഒറിജിനൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പുള്ളി റെഡിയാണ്. ഐ ഡോണ്ട് നോ ലൈക്ക് എന്തിനാണ് പുള്ളി റെഡിയാവുന്നത്, അല്ല ആസ് ഇൻ എന്താണ് പുള്ളി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരി, അതിലിപ്പോ എന്താ എത്ര മനസ്സിലാക്കാനുള്ളത്? ഒരാൾ അക്ബറിനോട് നിങ്ങൾ ഒറിജിനൽ തന്നെയാണെന്ന് ചോദിച്ചു, അക്ബർ അതെ എന്ന് പറഞ്ഞു, വേണമെങ്കിൽ തെളിയിച്ച് തരാമെന്നും പറഞ്ഞു. അതിനിപ്പോ എന്താ കുഴപ്പം? അത് നല്ലതല്ലേ? ഫേക്ക് ഐഡി അല്ല ഒറിജിനൽ ആണെന്ന് അപ്പുറത്തുള്ള ആൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതല്ലേ എന്തുകൊണ്ട് നല്ലത്? ബാക്കി നോക്കാം. ലൈക്ക് ബിസിനസ് ഐഡിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യലി സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ പുള്ളി ഐഡന്റിറ്റി ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഹി ഈസ് റെഡി, അതും ഓക്കെ. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ദിസ് ഇസ് ദ തേർഡ് ചാറ്റിൽ അവൾ ട്രസ്റ്റ് എങ്ങനെയാണ് വരുത്തണ്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവൾ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഒരു റിക്വസ്റ്റ് ഇട്ടാൽ മതി, അക്സെപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ലൈക്ക് നമുക്ക് ഇൻസ്റ്റയിൽ പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് ആ കുട്ടിയുടെ അക്കൗണ്ടിലോട്ട് റിക്വസ്റ്റ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് രണ്ടും സെയിം ആളാണെന്ന്.
ആൻഡ് ഷീ ടോൾഡ് നമ്പർ ഷെയർ ചെയ്യുന്നതിൽ കംഫർട്ടബിൾ അല്ലെന്നറിയാം, അതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന്. ബട്ട് ഹി വാസ് ഓക്കെ ടു ഷെയർ ഹിസ് നമ്പർ. പുള്ളി പറഞ്ഞു പുള്ളി നമ്പർ ഷെയർ ചെയ്യാൻ ഓക്കെയാണ്. അപ്പം എനിക്ക് വന്നൊരു ഡൗട്ടാണ്, നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, ഇത്രയും പബ്ലിക്കലി ഇത്രയും ഇപ്പോൾ ഈ ഒരു സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾ നമ്പർ ഷെയർ ആക്കുമോ, ഒറിജിനലി നമ്പർ ഷെയർ ആക്കുമോ എന്ന് നമുക്ക് തോന്നും. ബട്ട് യെസ്, ഹീ ഷെയർഡ് ഹിസ് നമ്പർ. അതാണ് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഒരു 2 മിനിറ്റ് ചാറ്റിൽ തന്നെ പുള്ളിയുടെ പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്യാന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ വേർ ദിസ് ഗോസ്. ഓക്കെ, അത് കഴിഞ്ഞ് 4ാമത്തെ ചാറ്റ് ഞാനിവിടെ 4ാമത്തെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം. ഇതിൽ പുള്ളി പറയുന്നുണ്ട് ലെറ്റ്സ് നോ ഈച്ച് അതർ അല്ലേ? ഓക്കെ, ലെറ്റ്സ് നോ ഈച്ച് അതർ. വൈ ഡു യു ഹാവ് ടു നോ ഹർ? കാരണം പുള്ളിക്കാരിക്ക് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പുള്ളിക്കാരി കൊണ്ട് തനിക്ക് വേറെ ലൈക്ക് ഗെയിനോ അങ്ങനെ ഒന്നുമില്ല. ഷീ ഈസ് എ വെരി നോർമൽ ഗേൾ. അപ്പോൾ ബിസിനസ്സുപരമായിട്ടൊരു ഗെയിനും ഇല്ല, ഒന്നുമില്ല. ഇനി സർക്കിൾ ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ പോലും ഐ ഡോണ്ട് നോ വൈ യു ആർ ഗോയിങ് ഇൻ ടു ടിൻഡർ, ഷെയറിങ് യുവർ നമ്പർ. അത് കഴിഞ്ഞിട്ട് അവളെ കുറച്ചും കൂടെ അടുത്തറിയാമെന്ന് സംസാരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഫസ്മിനോട് ശരിക്കുള്ള പ്രശ്നം? എന്തിനാണ് ഫസ്മിൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അക്ബർ ഏതൊരു പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്തു, മോശമായിട്ടൊരു വാക്ക് പോലും അക്ബർ പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടി അയച്ച മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കുക മാത്രമാണ് അക്ബർ ചെയ്തത്. ഇതിലെന്താ ഇപ്പൊ അത്ര ആനക്കാര്യമുള്ളത്? ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ വെച്ച് എന്താണ് ഫസ്മിനെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോ അക്ബർ ഒരു പെൺകുട്ടിയോട് എന്തെങ്കിലും മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആ പെൺകുട്ടി അങ്ങോട്ട് കയറി മെസ്സേജ് ചെയ്ത് തുടങ്ങിയ കോൺവെർസേഷൻ ആണ്. ഇതൊക്കെ എങ്ങനെ ഒരു കണ്ടന്റ് ആക്കേണ്ട ആവശ്യകത എന്താണ്? ഫസ്മിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് സ്വന്തം ഭർത്താവിൽ നിന്ന് ചതി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അത് ശരിയാണ്. പക്ഷെ എന്ന് കരുതി എല്ലാ ആണുങ്ങളും അങ്ങനെ ഭാര്യമാരെ ചതിക്കാൻ വേണ്ടി നടക്കുന്നവരാണെന്ന് മുൻവിധി അത്ര ശരിയല്ല. അക്ബറിന് ടിൻഡറിൽ അക്കൗണ്ട് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അയാൾ ഒരു പെൺകുട്ടിയോട് ചാറ്റ് ചെയ്തത് കൊണ്ടോ മാത്രം അക്ബർ സ്വന്തം ഭാര്യയെ ചതിക്കുകയാണെന്ന് എങ്ങനെയാണ് ഫസ്മിനക്ക് പറയാൻ സാധിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായി. ഇപ്പോഴും ഞാൻ പണ്ടെടുത്ത മാട്രിമണി സൈറ്റിൽ എന്റെ അക്കൗണ്ട് കിടപ്പുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ആ ആപ്പ് ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ഒരു അക്കൗണ്ട് അവിടെ കിടപ്പുണ്ടെന്ന് കരുതി ഞാൻ എന്റെ ഭാര്യനെ ചതിക്കാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും? അതുപോലെ കമ്മിറ്റഡ് ആവുന്നതിന് മുമ്പേ അക്ബർ എടുത്തു വെച്ച അക്കൗണ്ട് ആണെങ്കിലോ ടിൻഡർ ആപ്പിലുള്ള അക്കൗണ്ട്, ചിലപ്പോൾ ഈ പെൺകുട്ടി മെസ്സേജ് അയച്ച സമയത്ത് അക്ബറിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് കാണണം. അന്നേരം അവൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കാണണം. അങ്ങനെ നമുക്ക് ചിന്തിക്കാലോ. വെറുതെ എന്തിനാണ് ഓരോരോ ഊഹാപോഹങ്ങൾ നടത്തി ഒരാളുടെ ജീവിതം കൊഞ്ഞാട്ടാക്കാൻ നിൽക്കുന്നത്? ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ബാക്കിയാണ് ഡോക്ടർ. ഇനി നിങ്ങൾ ചോദിക്കും ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ ഒരു ഇതിൽ എന്താന്ന് വെച്ചാൽ ഹി ഹാസ് എ ഫിയാൻസെ. അതിപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടിരുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പുള്ളിക്കാരി ആ എപ്പിസോഡിൽ വരികയും പുള്ളിനെ കെട്ടിപ്പിടിക്കുകയും അവർ തമ്മിൽ കുറേ പുള്ളി കരയൊക്കെ ചെയ്തായിരുന്നെന്ന് തോന്നുന്നു, മിസ് ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഒരു റിലേഷനിൽ നിൽക്കുന്ന അത്രയും കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന ഒരാൾ ടിൻഡറിലൊക്കെ കയറി ഇങ്ങനെ ഒരാൾ പരിചയപ്പെടാൻ നമ്പർ കൊടുക്കാൻ ഒറ്റയടിക്ക് എന്ന് പറയുന്നതിലോട് ഞാൻ യോജിക്കുന്നില്ല. സോ ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്സ് എ നൈസ് ഐഡിയ. പിന്നെ പുള്ളി നമ്പർ ഷെയർ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഒറിജിനൽ ആണോ എന്ന് എന്നെ നോക്കാൻ വേണ്ടിയിട്ട്, ഇത്രയൊക്കെ ആയിട്ടും ഒറിജിനൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കയറി നോക്കിയപ്പോഴത്തേക്കും പുള്ളിയുടെ DPയും ഇതും വന്നു. ട്രൂ കോളർ നോക്കി, ട്രൂ കോളറിലും അക്ബർ അക്കു എന്നാണ് കിടക്കുന്നത്. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് ഷീ വെന്റ് ഇൻ ടു ഹിസ് ഇൻസ്റ്റഗ്രാമിൽ നോക്കി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും പുള്ളി മാരീഡ് ആണ് എന്ന് അറിയണം എന്നില്ല. പുള്ളീനെ ജസ്റ്റ് അറിയാവുന്ന ആൾക്കാരാണ്, പേഴ്സണൽ ലൈഫ് അറിയാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഷീ സോ ഹർ ഫോട്ടോ. അവളുടെ അക്കൗണ്ട് നോക്കിയപ്പോഴത്തേക്കും പുള്ളീനെ സപ്പോർട്ട് ചെയ്തിട്ടേക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടു ബിഗ് ബോസിൽ നിന്ന ടൈമിൽ. അപ്പോൾ ഷീ ന്യൂ ഹി വാസ് മാരീഡ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന്. ആൻഡ് ദെൻ ഷീ സെൻഡ് ദിസ് ലാസ്റ്റ് കോൺവെർസേഷൻ. അതായത് ഷീ സെഡ് എ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ് ഒക്കെ വിഷ് ചെയ്തു. ഇത് കണ്ടിട്ട് ചെയ്യുന്നത് നല്ലതല്ല എന്ന് തോന്നുന്നു എന്ന് പുള്ളിക്കാരി പറഞ്ഞു. അപ്പോൾ ഓൾ ഹി സെഡ് വാസ് താങ്ക് യു. അതായത് പുള്ളിക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചല്ലോ പുള്ളി മാരീഡാണെന്നോ അല്ലെങ്കിൽ പുള്ളിക്ക് ഒരാളുണ്ടെന്ന് അറിഞ്ഞല്ലോ, അതിലൊന്നും പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. ഹി വാസ് വെരി കാം. ഓൾ ദ ബെസ്റ്റ് വിഷ് ചെയ്തതിന് ഒരു താങ്ക് യു പറഞ്ഞിട്ട് പുള്ളി അവളെ റിമൂവ് ചെയ്തു, ടിൻഡറിൽ നിന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കി വിട്ടു. സോ ഇതും നിങ്ങൾക്ക് നോർമലായിട്ട് തോന്നുമായിരിക്കും. ആൻഡ് വാട്ട് ഇഫ് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, വാട്ട് ഇഫ് അവളത് കണ്ടുപിടിച്ചില്ല, ആ ചാറ്റ് ലീഡ് ഓൺ ചെയ്തായിരുന്നെങ്കിൽ വേർ വുഡ് ഹാവ് ഇറ്റ് റീച്ച്ഡ്? അതായത് നമ്പർ വരെ പുള്ളി കൊടുത്തു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വേർ വുഡ് ഹാവ് ഇറ്റ് റീച്ച്ഡ്?
എന്തിനാണ് ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എന്തിനാണ് വെറുതെ കാട് കയറുന്നത്? നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേനെ എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥാണുള്ളത്? ഇതിപ്പോ അക്ബറിനെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി പറയുന്ന പോലാണല്ലോ കേട്ടാ തോന്നാ. അക്ബറിന് ഭാര്യ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ ഇനി നിങ്ങളോട് ചാറ്റ് ചെയ്ത് ശരിയാവില്ലെന്നും പറഞ്ഞ് ആ പെൺകുട്ടി ബായ് പറഞ്ഞു പോയി. അക്ബർ ആണെങ്കിൽ ഒന്നും മിണ്ടിയില്ല. ആകെ തിരിച്ചൊരു താങ്ക് യു മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ എനിക്ക് ഭാര്യ ഉള്ളതൊന്നും പ്രശ്നമല്ല മോളൂസേ, നീ വാ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാം എന്ന് അക്ബർ ആ പെൺകുട്ടിയോട് പറഞ്ഞു. ഇല്ലല്ലോ. അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഫസ്മിനെ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറയാം. ഇതിപ്പോ അക്ബർ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെ ഇനിയിപ്പോ അക്ബർ ഒന്നും പറയാത്തതാണോ ഫസ്മിന്റെ പ്രശ്നം? അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. അല്ല വേറൊരു കാര്യം ചോദിച്ചോട്ടെ, അക്ബറിന് ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എന്തിനാണ് ആ പെൺകുട്ടി ബായ് പറഞ്ഞു പോയത്? അപ്പൊ ആ പെൺകുട്ടിയുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു? ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ അക്ബറുമായി ഫ്ലേർട്ട് ചെയ്യുമെന്നായിരുന്നു. എന്തായാലും നല്ല എത്തിക്സ് ഉള്ള കുട്ടി തന്നെയാണ് കേട്ടോ. ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും ഒഴിവാക്കി പോയല്ലോ. പിന്നെ ടിൻഡർ ആപ്പ് വെറും ഡേറ്റിംഗ് ആപ്പ് മാത്രമല്ല, പ്ലേ സ്റ്റോറിൽ ടിൻഡറിനെ പരിചയപ്പെടുത്തുന്നത് മേക്ക് ഫ്രണ്ട്സ് മീറ്റ് പീപ്പിൾ ഓർ ഫൈൻഡ് എ ഡേറ്റ് എന്നാണ്. അതായത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും വെറുതെ ചാറ്റിംഗ് ചെയ്യാനും ഒക്കെ ടിൻഡർ ഉപയോഗിക്കാം എന്നർത്ഥം. അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അക്ബറിന് ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടിക്ക് അക്ബറിനെ ഒഴിവാക്കി പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ ചാറ്റ് ചെയ്യാമായിരുന്നല്ലോ. അതിനിപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി കേട്ടോ എന്തായാലും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് നമ്പർ കിട്ടി കഴിഞ്ഞാൽ ഞാൻ പുള്ളിക്ക് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ മെസ്സേജ് അയച്ചു. അപ്പോൾ ഫസ്റ്റത്തെ ടെക്സ്റ്റാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചു അക്ബർ അല്ലേ, ബിഗ് ബോസിൽ നിന്നിട്ടുള്ള അക്ബർ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി യെസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോഴും പുള്ളി കൺഫേം ചെയ്തിരിക്കുന്നു. ഇതുകൊണ്ടാണ് മുട്ടൻ കോമഡി സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പുള്ളിയോട് ചോദിക്കാൻ തന്നെ പുള്ളി എൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ അല്ലേ കുറച്ച് മുന്നേ തനിക്ക് നമ്പർ തന്നതെന്ന്. അതായത് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി വിചാരിച്ചത് ടിൻഡർ വഴി പരിചയപ്പെട്ടത് എന്നെയാണ്, എനിക്കാണ് പുള്ളി നമ്പർ ഷെയർ ചെയ്തതെന്ന്. ഓ മൈ ഗോഡ്, എന്താ പറയുക, ഒന്നും പറയാനില്ല എനിക്ക് ആ കാര്യത്തിൽ. ഞാൻ കുറച്ച് നേരം ഇരുന്ന് ചിരിച്ചു. എന്നിട്ട് ഞാൻ പുള്ളിക്ക് റിപ്ലൈ കൊടുത്തു, ഞാൻ ആ ആളല്ല. എന്നിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈൽ, ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം, ഞാൻ എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണ്, ഐ എക്സ്പോസ് പീപ്പിൾ. അത് കഴിഞ്ഞ് പുള്ളിയുടെ അലക്കം കേട്ടിട്ടില്ല. പുള്ളി ഒരു റിപ്ലൈ ഇല്ല, പുള്ളി സീനാക്കിയിട്ട് പോയി. അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും ന്യായം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പുള്ളിക്ക് റിപ്ലൈ ആയിരുന്നു. പുള്ളി റിപ്ലൈ തന്നിട്ടില്ല. നിങ്ങൾ പറയാണ്ട് രണ്ട് സൈഡും കേൾക്കണം എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പുള്ളിയുടെ സൈഡ് കേൾക്കാൻ പുള്ളി അത് കഴിഞ്ഞ് എനിക്ക് റിപ്ലൈ പോലും തന്നിട്ടില്ല. പുള്ളി ടിൻഡർ എന്തിനാണ് ഡൗൺലോഡ് ചെയ്തതെന്നോ അല്ലെങ്കിൽ എന്തിനാ യൂസ് ചെയ്തതെന്നോ ഇതൊന്നും പുള്ളി പറഞ്ഞില്ല. ആൻഡ് പുള്ളി എന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് ദെൻ ഞാൻ പുള്ളിയോട് പറഞ്ഞായിരുന്നു, ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ എക്സ്പോസ് ചെയ്യും. കാരണം എനിക്ക് ഒരു റിലേഷൻ ഇരിക്കെ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് അത്ര നല്ലതെന്നല്ല, എനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സ്പോസ് ചെയ്യാന്ന് വിചാരിച്ചത്, പ്രത്യേകിച്ച് ഇത്രയും സ്പോട്ട് ലൈറ്റിൽ നിൽക്കുന്ന ആള്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ചാറ്റ് ചെയ്തതിന് പുള്ളി എനിക്ക് ഒരു മറുപടിയും തന്നിട്ടില്ല. ഞാൻ അതിൽ എഴുതിയായിരുന്നു ഞാൻ പുള്ളിയുടെ ടിൻഡർ സൈഡ് എക്സ്പോസ് ചെയ്യുന്നു. അതും ബ്ലൂടിക്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പുള്ളി പോയി. സോ എല്ലാ സ്റ്റോറിക്കും 2 സൈഡ് ഉണ്ടാവും. 2 സൈഡ് മത്ലബ് നിങ്ങൾക്ക് വേറെ പെർസ്പെക്റ്റീവ് ഉണ്ടാവും. നിങ്ങൾക്ക് ചിലർക്ക് ഇത് ഓക്കെ ആയിരിക്കും, പക്ഷേ എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. എസ്പെഷ്യലി വെൻ യു ആർ സ്റ്റാൻഡിങ് ആസ് എ പബ്ലിക് ഫിഗർ ആൻഡ് നിങ്ങളുടെ റിലേഷനൊക്കെ അത്രയും പബ്ലിക്കായിട്ട് നിൽക്കുന്ന ടൈമിൽ ഡോണ്ട് ഡു ഇറ്റ് എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പം ലെറ്റ് മീ നോ യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. സോ കമൻറ്റ് യുവർ ഒപ്പീനിയൻസ് ആൻഡ് ലെറ്റ് മീ നോ വാട്ട് യു ഫീൽ. ശരി, ഒപ്പീനിയൻ അല്ലേ നിനക്ക് അറിയേണ്ടത്? എന്നാ നീ കേട്ടോ, നീ ചെയ്തത് ശുദ്ധ തെണ്ടിത്തരം തന്നെയാണ്. അതാണ് എന്റെ ഒപ്പീനിയൻ. അക്ബർ ടിൻഡർ എന്ന ആപ്പ് ഉപയോഗിക്കുന്നത് മോശമായ ഇന്റൻഷനോട് കൂടിയാണെന്ന് നിനക്ക് എവിടെയും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കഴിയാത്തിടത്തോളം കാലം നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു എക്സ്പോസിംഗ് ആയി പോയി ഇതെന്ന് പറയാതെ വയ്യ. അല്ല ഇതിലിപ്പോ എന്താണ് ഇത്ര എക്സ്പോസ് ചെയ്യാനുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അക്ബറിന്റെ ഭാഗത്ത് നിന്നും ഒരു മോശം മെസ്സേജ് എങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ. ഇത് അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെന്താണ് പ്രശ്നം? ഇവിടെ അക്ബർ ടിൻഡർ ഉപയോഗിക്കുന്നതാണോ ഫസ്മിന്റെ പ്രശ്നം? ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള അക്ബറിന് സ്വന്തം ഫോട്ടോയും വെച്ച് ആരും അറിയാതെ രഹസ്യമായി ടിൻഡർ ആപ്പ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡോക്ടർ ഷെറീൻ ഖാൻ പോലും ചിലപ്പം അക്ബർ ടിൻഡർ ഉപയോഗിക്കുന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടാകും. ഒളിച്ചും പാത്തും ചെയ്യാൻ പറ്റുന്ന പരിപാടിയൊന്നും അല്ലല്ലോ ഇത്. അപ്പൊ പിന്നെ എന്താ കുഴപ്പം? എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അക്ബർ ഫസ്മിനെതിരെ ലീഗലി മൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴിയാണ് അക്ബർ ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ഒരു യൂട്യൂബ് ചാനൽ വഴി എന്റെ പേര് തെറ്റായും അടിസ്ഥാനരഹിതമായുമായൊരു നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീഡിയോ പ്രസിദ്ധീകരിക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ചില ഔദ്യോഗിക പരിപാടികൾക്കായി ഞാൻ ഖത്തറിലായതുകൊണ്ടാണ് എന്റെ പ്രതികരണം വൈകിയത്. ഞാൻ ഈ വിഷയത്തിൽ നിയമ നടപടികൾ ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അഭിപ്രായ പ്രകടനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പേരിൽ ആരും മറ്റൊരാളുടെ പ്രതിഷ്ഠയെയും വ്യക്തിഹത്യയെയും ഹനിക്കുന്ന തരത്തിലുള്ള അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്താൻ അധികാരമുള്ളവരല്ലെന്ന് മനസ്സിലാക്കുക. നിയമപരമായ പ്രക്രിയയിലൂടെ ബന്ധപ്പെട്ട വ്യക്തികളോട് അവർ ആരോപിക്കുന്നത് പോലെ ഞാൻ ചെയ്തെന്ന് പറയുന്ന ഏതെങ്കിലും മോശമായ പ്രസ്താവനയോ പ്രവൃത്തിയോ എന്തെങ്കിലും തെളിയിക്കണമെന്ന് ആവശ്യപ്പെടും. സത്യാവസ്ഥ തെളിയിക്കപ്പെടുമെന്നും നിയമവ്യവസ്ഥ ഈ വിഷയത്തിൽ അനുയോജ്യമായ വിധി നിർണ്ണയം നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ പോസ്റ്റ് അക്ബറിന്റെ സ്വന്തം ഭാര്യയായിട്ടുള്ള ഷെറീൻ ഖാനും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിലൊരു തീരുമാനമായല്ലോ. ഇവിടെ ഷെറീൻ അക്ബറിനെ നന്നായി അറിയാം. ഈ വിഷയത്തിൽ അവർ അക്ബറിന്റെ കൂടെ തന്നെയുണ്ട്. ഐ ആം ഗോയിങ് ടു എക്സ്പോസ് യുവർ സൈഡ് ഓഫ് ടിൻഡർ, ഫീലിംഗ് സോറി ഫോർ യുവർ വൈഫ് എന്നൊക്കെ അക്ബറിന് മെസ്സേജ് അയച്ചിട്ടുള്ള ആളാണ് ഈ പറയുന്ന ഫസ്മിന. ഇപ്പൊ കണ്ടല്ലോ, അക്ബറിന്റെ ഭാര്യയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. അല്ല, പ്രശ്നം ഉണ്ടാവാൻ മാത്രം ഇവിടെ അക്ബർ ഒന്നും ചെയ്തിട്ടും ഇല്ലല്ലോ. എന്തായാലും അക്ബറിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നത് ചില ആൾക്കാർ ഇപ്പൊ നല്ലോണം ആഘോഷിക്കുന്നുണ്ട്. അത് ആരാണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ അല്ലെ. നമ്മുടെ അനുമോൾ ഫാൻസ് തന്നെ. അങ്ങനെ ഫാൻസ് എന്ന് പറയാൻ മാത്രം ആളുകളൊന്നും ഇല്ല. എന്നാലും അവിടെയും ഇവിടെയും ഒക്കെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അക്ബർ ആള് ശരിയല്ലെന്ന് അനുമോൾ പണ്ടേ പറഞ്ഞതല്ലേ, അവന്റെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ടീംസ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അത് അങ്ങനെ കുറെ ടീംസ് ഇഷ്ടം ഒന്നും പറയാത്താണ് നല്ലത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.